പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം വായിക്കാം. നമുക്ക് വേഗം അവസാനിപ്പിക്കാം. ഇത് അവസാനത്തെ അധ്യായം, 16-ാമത്തെ അധ്യായം. വായിച്ചേ. സാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലേന മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും സലോമിയും. ആരാണത്? അവസാനം പോയവരാണ്. കുരിശിൻ്റെ അടുത്തു നിന്ന് അവസാനം പോയ ആളുകളാണ്. സാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലേന മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും സലോമിയും അവനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ അവർ ശവകുടീരത്തിലേക്ക് പോയി. അപ്പോൾ സാബത്ത് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച വൈകുന്നേരം 6 മണി കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീകൾ യേശുവിനെ അഭിഷേകം ചെയ്യാനുള്ള സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി. എന്തിനാണ് യേശുവിനെ ഇനി അഭിഷേകം ചെയ്യുന്നത്? ധൃതിയിൽ യേശുവിൻ്റെ ശരീരം താഴെ ഇറക്കി ജോസഫ് സംസ്കരിച്ചപ്പോൾ യേശുവിനെ വേണ്ടതുപോലെ സുഗന്ധലേപനം നടത്തിയില്ല. ഇതുകൊണ്ടാണ് ബഥാനിയായിൽ വെച്ച് മേരി യേശുവിനെ വില കൂടിയ സുഗന്ധദ്രവ്യം കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ ഈശോ പറഞ്ഞത് എന്താണ്? ഇവളെൻ്റെ സംസ്കാരത്തിന് വേണ്ടിയാണിത് ചെയ്യുന്നത്. മനസ്സിലായോ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന്? കാരണം എന്താ? എന്നെ സംസ്കരിക്കുന്ന സമയത്ത് എന്നെ സുഗന്ധലേപനം ചെയ്യാൻ പറ്റില്ല, തിടുക്കത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവൾ നേരത്തെ, മേരിക്ക് അതറിയാൻ പാടില്ല, മേരി അതിനുവേണ്ടി ചെയ്യുന്നതെന്ന്. പക്ഷേ ഈശോ പറയുകയാണ്, നിങ്ങൾ അവളെ കുറ്റപ്പെടുത്തണ്ട, അവൾ ചെയ്യുന്നത് എൻ്റെ സംസ്കാരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് കുരിശിൽ നിന്ന് താഴെ ഇറക്കി പെട്ടെന്ന് സാബത്തിന് മുമ്പ് അടക്കിയതുകൊണ്ട് ആവശ്യത്തിന് സുഗന്ധലേപനം നടത്താൻ പറ്റിയില്ല എന്നുള്ളൊരു വേവലാതി ഈ സ്ത്രീകളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് സാബത്ത് കഴിയാൻ ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. സാബത്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ വേഗം പോയി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി. വായിച്ചേ 2-ാമത്തെ വാക്യം. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ. ഈ സൂര്യൻ ഉദിച്ചു എന്ന് പറയുന്നതിന് ഓപ്പോസിറ്റ് ഒരു സാധനം നമ്മൾ കണ്ടായിരുന്നു. എന്താ? അന്ധകാരം വ്യാപിച്ചു. അത് മരണത്തിൻ്റെ സൂചനയായിരുന്നെങ്കിൽ ഇത് കണ്ടോ, ഉയർപ്പിൻ്റെ സൂചനയാണ്. മർക്കോസ് ഈ നല്ല ഒരു സീൻ വരുന്നതിന് മുമ്പേ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ലത് വരും. ഇപ്പോൾ ഈ കോമാളി അല്ലെങ്കിൽ ഈ ജോക്കർ അല്ലെങ്കിൽ തമാശക്കാരൻ വരുന്നതിന് മുമ്പ് ഒരു മ്യൂസിക് ആദ്യം വരും. അപ്പോഴേ അറിയാം ഇവൻ എന്ന് പറയുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് തയ്യാറാക്കുകയാണ്. സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ സൂര്യൻ ഉദിച്ചു. ഇവരറിഞ്ഞില്ലെന്നേ ഉള്ളൂ, സൂര്യൻ ശരിക്കും ഇതിനു മുമ്പേ ഉദിച്ചു. സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ അവർ ശവകുടീരത്തെങ്കിലേക്ക് പോയി. അവർ തമ്മിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഇവർ ആ കല്ലറയുടെ അടുത്ത് ചെല്ലുന്നത് വരെ ഇവർ ഓർത്തിരുന്നില്ല സെക്യൂരിറ്റി നമ്മളെ അകത്തോട്ട് കയറ്റി വിടുവോ, കല്ല് ആരെങ്കിലും ഉരുട്ടി മാറ്റും. 1 ടൺ ഭാരമുണ്ട് ഈ കല്ലിന്. അപ്പം അത്രയും ഭാരമുള്ള ഈ കല്ല് ആരുരുട്ടി മാറ്റും? ഇതൊന്നും ഇവർ ആലോചിക്കുന്നില്ല. എന്തെന്നറിയാമോ? അതായത് ഈ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ ഇവർ പോകുമ്പോൾ, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണ്ടത്, നിങ്ങൾക്കിത് പ്രയോജനപ്പെടും. ഈ നമ്മുടെ ഉള്ളിൽ അഗാധമായ ഒരു സ്നേഹം, യേശുവിനെക്കുറിച്ച് അഗാധമായൊരു സ്നേഹം, നമ്മുടെ ഉള്ളിൽ ഒരു ഭ്രാന്ത് പിടിപ്പിക്കുന്ന സ്നേഹം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സാധാരണ മനുഷ്യരുടെ തലയിൽ വരുന്ന ചോദ്യങ്ങളൊന്നും നമ്മുടെ തലയിലുണ്ടാവില്ല. ഒരു വട്ടുപിടിപ്പിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് യേശുവിനോടുണ്ടായാൽ പിന്നെ മറ്റു മനുഷ്യർ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ തലയിൽ നിന്ന് അങ്ങ് പോവും. പിന്നെ മേരിക്ക് ഒരൊറ്റ ചിന്തയുള്ളൂ, എങ്ങനെ എന്തു കൊടുത്താൽ എൻ്റെ സ്നേഹം അങ്ങ് പ്രകടിപ്പിക്കാം. അന്നേരം അവൾ നോക്കിയപ്പോൾ ഫാമിലി പ്രോപ്പർട്ടി, കാലാകാലങ്ങളായിട്ട് കുടുംബത്തിൽ ഇങ്ങനെ തലമുറയായിട്ട് കൈമാറി വെച്ചിരുന്ന വലിയ നല്ല ഭയങ്കര വിലയുള്ള ഒരു സുഗന്ധദ്രവ്യം, അത് കൊണ്ടുപോയി ഭരണി ഉടച്ചു എന്നാണ് മാർക്കോസ് പറയുന്നത്. ഭരണി ഉടച്ചെന്ന് എന്ന് പറഞ്ഞാൽ ഭരണി പോലും ഇനി വേറൊരു ആവശ്യം, അച്ചാറിടാൻ പോലും ആ ഭരണി ഉപയോഗിക്കേണ്ടെന്ന് ഓർത്തിട്ടാണ് അവൾ ആ ഭരണി ഉടച്ചു കളഞ്ഞു. മനസ്സിലായി? കൊടുക്കുമ്പോൾ അതൊരു ഭയങ്കരമായ സമർപ്പണമാണ്. അവിടെ ഒന്നും ഒരാൾ അയാൾക്ക് വേണ്ടി പിടിച്ചു വെക്കുന്നില്ല. എന്തറിയാം, സ്നേഹം കയറി അങ്ങ് വട്ടാവും. അങ്ങനെയാണ് രക്തസാക്ഷികൾ ഉണ്ടാവുന്നത്.
ഈ കൊടുത്തു ആരോഗ്യം കൊടുത്തു, സമയം കൊടുത്തു, അറിവ് കൊടുത്തു, പണം കൊടുത്തു, സൗകര്യങ്ങൾ കൊടുത്തു, അവസാനം അതൊന്ന് കൊടുത്ത് മതിയാവാതെ വരുമ്പോൾ ജീവൻ കൊടുക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ രക്തസാക്ഷികൾ ഉണ്ടാവുന്നത് പെട്ടെന്നൊരു നിമിഷമല്ല, വർഷങ്ങൾ അഗാധമായി യേശുവിനെ സ്നേഹിച്ച് ഒരു നിമിഷം എത്തുമ്പോൾ അവർക്ക് ഈ സ്നേഹം അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ ഒരു വഴിയില്ലാതാവുമ്പോൾ അവരൊരു ബോംബായിട്ട് അങ്ങ് പൊട്ടും. അങ്ങനെയാണ്. അങ്ങനെയുള്ളവരെ ഒന്ന് നിങ്ങൾക്ക് ഈ ഓലപ്പടക്കം അല്ലെ ഓലപ്പാമ്പ് അങ്ങനെയുള്ള സാധനം ഒന്നും പൊട്ടിച്ച് അവർ പേടിക്കില്ല. ഓടാ, മനസ്സിലായോ? ഈ സ്ത്രീകൾ, ഞാനിത് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴേ എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നത് എന്തറിയോ, ഈ സ്നേഹം അങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ചോദ്യമില്ല, സെക്യൂരിറ്റി കെട്ടി വിടുവോ, കല്ലാരുരുട്ടി മാറ്റും, ഈ ചോദ്യമുണ്ടോ? ഇത് സംഭവിക്കുന്നറിയോ? നിങ്ങളുടെ ഉള്ളിൽ യേശുവിനെ സംബന്ധിച്ച് യേശുവിനോട് അഗാധമായൊരു സ്നേഹം നിറഞ്ഞാൽ ഈ കല്ല് മാലാഖമാർ ഉരുട്ടി മാറ്റും. അതാണ് അതിൻ്റെ സംഭവം. ഞാൻ എന്ത് ചെയ്യും, എന്നെക്കൊണ്ട് എങ്ങനെ പറ്റും? നിങ്ങൾക്കൊരു സ്നേഹം ഉണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടി ഈ കല്ലുകൾ ഉരുട്ടി മാറ്റാൻ മാലാഖമാരിറങ്ങി വരും. അവിടെ പിന്നെ ലോജിക്കൊന്നുമില്ല. എങ്ങനെ അപ്പോൾ സിസ്റ്റർ ഇതെങ്ങനെ സാധിച്ചു? ഒന്നും അറിയാൻ പാടില്ല, അങ്ങ് നടന്നു. മദർ ആഞ്ചലിക്ക, വെണ്ടാമഠത്തിലെ സിസ്റ്ററായിരുന്നു മദർ ആഞ്ചലിക്ക, കേട്ടിട്ടുണ്ടോ? മദർ ആഞ്ചലിക്ക 80 വയസ്സ് കഴിഞ്ഞൊരു സിസ്റ്റർ. അപ്പോൾ ഇങ്ങനെ അമേരിക്കയിലെ ഒരു ടെലിവിഷൻ ചാനലിൽ പോയി പ്രസംഗിക്കുന്ന ഒരു ശുശ്രൂഷ തുടങ്ങി. വെണ്ടാമഠത്തിലെ സിസ്റ്ററാണ്. കുറച്ച് നാളിങ്ങനെ പ്രസംഗിച്ചു. മദർ ആഞ്ചലിക്കയുടെ പ്രസംഗം നല്ല പോപ്പുലറായി. അന്നേരം മദർ ആഞ്ചലിക്ക പറഞ്ഞു, അബോർഷൻ തെറ്റാണ്, യൂത്തനേഷ്യ തെറ്റാണ്, ദയാവധം തെറ്റാണ്. അപ്പോൾ ടെലിവിഷൻകാർ പറഞ്ഞു, നാളെ മുതൽ വരണ്ടെന്ന് പറഞ്ഞു. ഇതൊന്നും ഇവിടെ പറയാൻ പറ്റില്ലെന്ന് മദർ പറഞ്ഞു. ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ പ്രോഗ്രാം നിർത്തി. മഠത്തിൽ ചെന്നു, ആലോചിച്ചു. 19 വയസ്സുണ്ടെന്ന് ഓർക്കണേ. ആലോചിച്ചു എന്നാ ചെയ്യും. അപ്പോൾ ഈ മഠത്തിന് ആകെയുള്ള ഇച്ചിരി സ്പേസ്, സിസ്റ്റേഴ്സ് കിടക്കുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി ഇത്തിരി സ്പേസ് ഉള്ളത് കാറിടുന്ന കാർ പോർച്ചാണ്. ആ കാർ പോർച്ച് ഒരു സ്റ്റുഡിയോ ആക്കി. എന്നിട്ട് ആ കാർ പോർച്ചിൽ നിന്ന്, ആ സ്റ്റുഡിയോയിൽ നിന്ന് പ്രസംഗിച്ച് അത് സംപ്രേഷണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ വൃദ്ധയായ സിസ്റ്റർ ആരംഭിച്ച ആ ചാനൽ സംപ്രേഷണമാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ കാത്തലിക് ടെലിവിഷൻ നെറ്റ്വർക്ക് EWTN. കേട്ടിട്ടുണ്ടോ? അത് ഈ അമ്മച്ചി തുടങ്ങിയതാ. നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്നേഹം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലുകൾ മാലാഖമാർ ഉരുട്ടി മാറ്റും. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ നേരെ ചെന്നു. അപ്പോൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞു വായിച്ചേ. അവർ നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നത് വളരെ വലുതായിരുന്നു താനും. വലിയ കല്ലായിരുന്നു, പക്ഷെ അത് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. 5-ാമത്തെ വാക്യം ഉറക്കെ വായിക്കുക. അവർ ശവകുടീരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഒരു യുവാവ് വലതുഭാഗത്തിരിക്കുന്നത് കണ്ടു. ഞാൻ നേരത്തെ ഒരു യുവാവ് നഗ്നനായിട്ട് ഓടിപ്പോയി. അത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഗത്സമൻ തോട്ടത്തിൽ നിന്ന് ആ അവസാന ഭാഗത്ത് ഓർക്കുന്നില്ലേ? ഒരു ചെറുപ്പക്കാരൻ, അവൻ പുതപ്പ് മാത്രമേ പുതച്ചിരുന്നുള്ളൂ. പട്ടാളക്കാരൻ അവൻ്റെ പുതപ്പെ പിടിച്ചു, അവൻ പുതപ്പ് ഉപേക്ഷിച്ച് നഗ്നനായിട്ട് ഓടിപ്പോയി. ആ ഭാഗം വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അത് ആരുടെ പ്രതീകമാണത്? ഈ തോട്ടത്തിൽ ഒരു മരത്തിൻ്റെ മറവിൽ ഇങ്ങനെ മറഞ്ഞിരുന്ന് ഒടുവിൽ നഗ്നനായിട്ട് ഓടിപ്പോയ ഒരു മനുഷ്യനെ ബൈബിളിൽ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? ആരേത്? ആദത്തിന് പകരം ബലിയാവുന്ന 2-ാമത്തെ ആദത്തെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന ആദത്തിൻ്റെ പ്രതീകമാണത്. ഇവിടെ ആരായിരിക്കും ഈ യുവാവ്? ആദം. ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ്, അത് വേറെ ആരും പറഞ്ഞല്ല, ഞാൻ വിചാരിക്കും, എൻ്റെ ഒരു വിചാരമാണ്. ഇതാരായിരിക്കും? ഇത് ആദമായിരിക്കും. വായിച്ചേ. അവർ ശവകുടീരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഒരു യുവാവ് വലതുഭാഗത്തിരിക്കുന്നത് കണ്ടു. ആദത്തെ രക്ഷിക്കാൻ ആദത്തിൻ്റെ പുത്രൻ ഇതാ വന്ന് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ആദം വെള്ളവസ്ത്രം ധരിച്ച് ഇരിക്കുകയാണ്. അല്ലേ? നമ്മൾ കുർബാനയിൽ പാടത്തില്ലേ? എന്താ? ആദി പിതാക്കളെയും, അല്ലേ? അങ്ങനെയല്ലേ പറയാം? ഞങ്ങൾ ഓർക്കുന്നു, അല്ലേ? ഈ യാഗത്തിൽ ആദി മാതാപിതാക്കളെയും. അപ്പോൾ ഓക്കെ, വലതുഭാഗത്തിരിക്കുന്ന വാക്യം 6 വായിച്ച്. അവർ വിസ്മയിച്ചു പോയി. അവൻ അവരോട് പറഞ്ഞു,
നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. കുരിശിൽ തറയ്ക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഇവിടെ 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 അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഇവിടെ ഇല്ല. നോക്കൂ, അവർ അവനെ സംസ്കരിച്ച സ്ഥലം. നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുക, അവൻ നിങ്ങൾക്ക് മുമ്പേ പോയി അവൻ നിങ്ങളോട് പറഞ്ഞിരുന്നതുപോലെ അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണും. അവർ ശവകുടീരത്തിന് പുറത്തിറങ്ങി ഓടി. എന്തെന്നാൽ അവർ പേടിച്ച് വിറയ്ക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തിരുന്നു. അവർ ആരോടും ഒന്നും പറഞ്ഞില്ല. അവർ അത്യന്തം ഭയപ്പെട്ടിരുന്നു. ഇത്രയും ഭാഗമാണ് ഏറ്റവും പുരാതനമായ കൈയെഴുത്ത് പ്രതികളിൽ മർക്കോസിൻ്റെ സുവിശേഷമായിട്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ അതിന് ശേഷമുള്ള ചില കൈയെഴുത്ത് പ്രതികളിലാണ് ഈ ബാക്കി ഭാഗമുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇത് പിന്നീട് കൂട്ടിച്ചേർത്ത ഭാഗമാണ്. പിന്നീടെന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം കഴിഞ്ഞല്ല. മർക്കോസ് യഥാർത്ഥത്തിൽ അവസാനിപ്പിച്ചത് ഇവിടം കൊണ്ടാണ്. അതിനുശേഷം മർക്കോസിൻ്റെ ശിഷ്യന്മാരിൽ ആരെങ്കിലും കൂട്ടിച്ചേർത്തതായിരിക്കും എന്ന് പറയുന്നുണ്ട്. നമ്മൾ അത്തരം വാദഗതികളിലൊന്നും നമ്മുടെ തലമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കിത് ഇങ്ങനെ കിട്ടിയിരിക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ എത്രാമത്തെയാണ് 16-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം വരെ നമ്മളെ സംബന്ധിച്ച് തിരുസഭ വിശുദ്ധ ലിഖിതമായിട്ട് തന്നിരിക്കുന്നുണ്ട്. നമ്മൾ അത്തരം വാദഗതികളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഏതായാലും ഇവിടെ ഇയാൾ എന്താ പറയുന്നത്? ഈ വെള്ളവസ്ത്രം ധരിച്ചിരിക്കുന്ന യുവാവ് എന്താ പറയുന്നത്? അയാൾ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഇങ്ങോട്ട് നോക്കിയേ, അയാൾ പറയാണ് കം ആൻഡ് സീ. ഒന്നാമത്തെ അതാണ് അല്ലേ? കം ആൻഡ് സീ ഇല്ലേ നിങ്ങൾക്ക്? കം ആൻഡ് സീ അതാണ്. അത് ഇവിടുന്ന് വന്നാണ്. അതൊരു വേദപുസ്തക അടിത്തറയുള്ള പരിപാടിയാണ്. കം ആൻഡ് സീ, വാ. അപ്പോൾ ഈ യുവാവ് പറയുന്ന ആദ്യത്തെ ഭാഗം ഇതാണ്, കേട്ടോണം. വരിക, നോക്കുക, അവനിവിടെ ഇല്ല. അടുത്ത എന്താണ് അദ്ദേഹം പറയുന്നത്? ഗോ ആൻഡ് ടെൽ. ഇത്രയേ ഉള്ളൂ ക്രിസ്തീയ ജീവിതം. ഇങ്ങനെ പറഞ്ഞാണ് എന്താണ്? കം ആൻഡ് സീ, ഗോ ആൻഡ് ടെൽ. വന്ന് കണ്ട് അനുഭവിച്ചിട്ട് പോയി എല്ലാവരോടും പറ. ഇതാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ യുവാവ് പറയാണ് കം ആൻഡ് സീ, ഗോ ആൻഡ് ടെൽ. അപ്പോൾ അവർ ശവകുടീരത്തിൽ നിന്ന് പുറത്തിറങ്ങി ഓടി. എന്തെന്നാൽ അവർ പേടിച്ച് വിറയ്ക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തിരുന്നു. അവർ ആരോടും ഒന്നും പറഞ്ഞില്ല. അവർ അത്യന്തം ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം, 1-2 കാര്യങ്ങൾ വേഗം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കണം. ഒന്ന്, ഇവിടെ നമ്മൾ കല്ലറ സീൻ ഇവിടെ അവസാനിക്കുകയാണ്. കല്ലറ അവസാനിക്കുമ്പോൾ നമുക്കൊരു താരതമ്യ പഠനം നടത്തണം. ഇതറിയാം, ദ വൂംബ് ആൻഡ് ദ ടൂംബ്. WOMB, വൂംബ് ആൻഡ് ദ ടൂംബ്. ഉദരവും കല്ലറയും. ആരുടെ ഉദരം? പരിശുദ്ധ അമ്മയുടെ ഉദരം. ആരുടെ കല്ലറ? ജോസഫിൻ്റെ കല്ലറ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈശോയുടെ മനുഷ്യാവതാര ജീവിതത്തിൻ്റെ, ഈശോയുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ മേരിയുണ്ട്, ജോസഫുണ്ട്. അവസാനത്തിലോ മേരിയുണ്ട്, ജോസഫുണ്ട്. വേറെ വേറെ മേരിയാണെന്നേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പേരുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പേരുള്ളവരും വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. അവർക്ക് വലിയൊരു റോള് നിർവഹിക്കാനുണ്ട്. ഇതെൻ്റെ വലിയ വ്യക്തിപരമായ ബോധ്യമാണ്. ഇത് പ്രമാദമായ പ്രബോധനമൊന്നുമല്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾക്ക് ജോസഫുമായിട്ടോ മേരിയുമായിട്ടോ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രക്ഷാകര സംഭവത്തിൽ മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് നിങ്ങളങ്ങ് വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തോ. കാരണം ഈ പേരുകളാണ് ഇങ്ങനെ കിടന്ന് കളിക്കുന്നത്. തുടങ്ങുമ്പോഴും ജോസഫ് മേരി, തീരുമ്പോഴും ജോസഫ് മേരി. എത്ര മേരിയെ നമ്മളിവിടെ കണ്ടേ. ഇനി ഈ വൂം ആൻഡ് ടൂംബ്, ഈ വൂംബ് ആരുടെയാണ്? മേരിയുടെയാണ്, ആണല്ലോ. പക്ഷെ മേരിയുടെ അല്ല, ജോസഫിൻ്റെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? മേരിയുടെ ഉദരം മേരിയുടെ അല്ല, ജോസഫിൻ്റെ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല, ഭർത്താവിൻ്റെ ആണത്. മേരിയുടെ ഉദരത്തിൽ പിറക്കുന്ന കുഞ്ഞിൻ്റെ അവകാശം ആർക്കാ? അപ്പം യഥാർത്ഥത്തിൽ womb belonged to Joseph and the tomb ജോസഫ്. ഉദരവും കല്ലറയും ജോസഫിൻ്റേതായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? womb and the tomb really belonged to the person called Joseph. 2 ജോസഫ് എന്നേ ഉള്ളൂ, പക്ഷേ ജോസഫിൻ്റേതാണ്. വേറൊന്നെന്തോന്നറിയാമോ? ഈ ഉദരം പിന്നീട് ആരും ഉപയോഗിച്ചില്ല. തർക്കമുണ്ടോ? ഇല്ല. ഈ കല്ലറയും പിന്നീട് ആരും ഉപയോഗിച്ചിട്ട്.
ഈ കല്ലറയെക്കുറിച്ച് വേറൊരു സുവിശേഷത്തിൽ പറയുന്നത് ആരെയും ഇതുവരെ സംസ്കരിച്ചിട്ടില്ലാത്ത കല്ലറ എന്നാണ്. ഉദരം അങ്ങനെ തന്നെയാണ്, കന്യകയായിരുന്നു. വൂംബ് ആൻഡ് ദ ടൂംബ്. പിന്നെ ഈ ഉദരത്തിലും ഈ വൂമ്പിലും ഈ ടൂമ്പിലും പ്രവർത്തിച്ചതാരാ? ഹോളി സ്പിരിറ്റാണ്. പരിശുദ്ധാത്മാവ് മേരിയുടെ ഉദരത്തിൽ പ്രവർത്തിച്ചപ്പോഴാണ് ലോകത്തിൻ്റെ ബുദ്ധിക്ക് ഇന്നും മനസ്സിലാക്കാൻ പറ്റാത്ത കന്യകാജനനം സംഭവിച്ചത്. പരിശുദ്ധാത്മാവ് ടൂമ്പിൽ പ്രവർത്തിച്ചപ്പോഴാണ് ലോകം ഇന്നും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഉത്ഥാനം സംഭവിച്ചത്. അപ്പോൾ womb and the tomb belong to Joseph. Womb and the tomb never used again. And the womb, in the womb and in the tomb, it actually, the Holy Spirit was working. Something very mysterious and beautiful. അപ്പോൾ അതാണ് ഉദരവും കല്ലറയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ മർക്കോസ് ഇങ്ങനെ ഈ സുവിശേഷം എഴുതി അവസാനിക്കുമ്പോൾ ഒരു ജോസഫും മേരിയും ആ താളിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ക്രിസ്മസിന് മാത്രമല്ല, ഈസ്റ്ററിനും അവരിങ്ങനെ നിൽക്കും. ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട്, അവരെ വിട്ട് ഒരു സ്പിരിച്വാലിറ്റി ഇല്ല. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും, അവരെ വിട്ട് ഒരു സ്പിരിച്വാലിറ്റി ഇല്ല. അവരാണ് ഇങ്ങനെ കേന്ദ്ര കഥാപാത്രങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് മർക്കോസിൻ്റെ സുവിശേഷം യഥാർത്ഥത്തിൽ അവസാനിക്കുന്നത്. ഇനി ബാക്കി പെട്ടെന്ന് വായിക്കാം. 9 മുതൽ വായിച്ച്. ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു ആദ്യം മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇവളിൽ നിന്നാണ് അവൻ 7 പിശാചുക്കളെ പുറത്താക്കിയത്. അവൾ ചെന്ന് അവനോടുകൂടെ ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു. അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു. അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവർക്ക് കാണപ്പെട്ടുവെന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല. അപ്പം അതുപോലെ അവർ വിശ്വസിച്ചില്ല. ഇതാരാണ്? ചേട്ടന്മാരാണ്. അവർ കുറച്ച് കഴിഞ്ഞിട്ട് വിശ്വസിക്കും. അപ്പോൾ ചേച്ചിമാർ വന്നിട്ട് പറഞ്ഞു, സംഭവം ഇങ്ങനെയാണ്, കർത്താവിനെ കാണാനില്ല. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കർത്താവ് അവിടെ ഇല്ലയെന്ന് ദൂതൻ പറഞ്ഞു. പിന്നെ അത് മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. അവർ വിശ്വസിച്ചില്ല. അടുത്തത് 12. ഇതിന് ശേഷം അവർ 2 പേർ ഗ്രാമത്തിലേക്ക്, അതെവിടാ, എമ്മാവൂസിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ പോയി ബാക്കിയുള്ള വിവരം അറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. ഓക്കെ, അടുത്തത് വായിച്ചേ 14 മുതൽ. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. ഉത്ഥിതനായ യേശു അപ്പസ്തോലന്മാരെ കണ്ടുമുട്ടിയപ്പോൾ ആദ്യം ചെയ്തത് എന്താണ്? കുറ്റപ്പെടുത്തി. മനസ്സിലായോ? നമ്മളെങ്ങാനും കർത്താവിനെ കാണാനൊരു ഭാഗ്യം കിട്ടിയാൽ ആദ്യം കർത്താവ് എന്നെ ചെയ്യാൻ പോണേ? കുറ്റപ്പെടുത്തും. എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? വിശ്വസിക്കാത്തത് കൊണ്ട്. വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. 15 വായിച്ച്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. ഇതൊക്കെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എങ്ങനെ വായിക്കേണ്ടതെന്നറിയാം? ഞാൻ വായിച്ച് കേൾപ്പിക്കാം. എങ്ങനെയെന്നറിയാമോ? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വായിച്ചു, അങ്ങനെ വായിച്ചു. വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും, വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഓരോന്നോരോന്ന് പെട്ടെന്ന് പറയാൻ പോവാണ്. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. 17. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പറ. ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കണം. ഓരോന്നോരോന്ന് ഞാൻ പറയാൻ പോവാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കണം. 1. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങളുണ്ട്. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. പറ, നിങ്ങൾ ബഹിഷ്കരിക്കുന്നുണ്ടോ? ചോദ്യം, ആരിലുള്ള പിശാചിനെ ബഹിഷ്കരിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ആരിലുള്ള പിശാചുക്കളെ? വിശ്വസിക്കുന്നവർ. ആരിലുള്ള? മറ്റുള്ളവരിലുള്ള അല്ല. ഒരുപാട് പിശാചുക്കൾ നമ്മളിൽ തന്നെ ഉണ്ട്. മനസ്സിലായോ? ഇത് മുഴുവൻ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിനോട് ബന്ധപ്പെട്ട് വേണം വായിക്കാൻ. അല്ല വല്ലവൻ്റെ ദേഹത്തുള്ള പിശാചിനെ ഒഴിച്ചു വിടുമെന്നല്ല. അതായത് വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്ന ഒരാളുടെ ഈ ജീവിതയാത്രയിൽ
മരണം വരെ അയാൾക്ക് തന്നിലുള്ള പിശാചുകളെ ബഹിഷ്കരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. കോപത്തിൻ്റെ പിശാച്, അസൂയയുടെ പിശാച്, വൈരാഗ്യത്തിൻ്റെ പിശാച്, അലസതയുടെ പിശാച്, മോഹത്തിൻ്റെ പിശാച്, ആസക്തിയുടെ പിശാച്, പിശാചുകളെ ബഹിഷ്കരിക്കും. 1. 2 പറ. പുതിയ ഭാഷകൾ സംസാരിക്കും. പറ, എന്ത് ഭാഷയാണ് അത്? ഇംഗ്ലീഷ്, ചൈനീസ്, ജാപ്പനീസ്, അതാണ്. എന്ത് ഭാഷയാണ് അത്? പുതിയ ഭാഷ എന്ന് പറഞ്ഞാൽ ഭാഷാവരം എന്നല്ല, എന്ന് മാത്രമല്ല, അതാവാം, അത് മാത്രമല്ല, അതെന്ത് ഭാഷയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഏറ്റവും വലിയൊരു കടമ്പ എന്തെന്നറിയാമോ? ഭാഷയാണ്. നമുക്ക് ഹിന്ദിക്ക് തോറ്റ ആളുകളായതുകൊണ്ട് നന്നായിട്ട് ഹിന്ദി പറയും. അപ്പോൾ ഹിന്ദി അറിഞ്ഞൂടാ, ആകെ അറിയാവുന്നത് ഖാന കായ എന്ന് മാത്രമാണ് ആകെ അറിയാവുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഇതാണ് ആദ്യ ആളുകളിൽ പോകുമ്പോൾ വലിയൊരു പ്രയാസം. ഇതാണ്, ദൈവമേ ഒരു വാക്ക് പറയാൻ അറിഞ്ഞൂടാ, വഴിതെറ്റിപ്പോയാൽ പോലും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. അപ്പോൾ എനിക്കത് ഒരു പ്രയാസം, എൻ്റെ മനസ്സിങ്ങനെ പ്രയാസമാണ്. ഞാനിങ്ങനെ കർത്താവേ ഭാഷ അറിഞ്ഞുകൂടാലോ. അപ്പം ഞാൻ ഈ ഹിന്ദി ബൈബിൾ എടുക്കുന്നു, ഹിന്ദി ബൈബിൾ വായിക്കുന്നു, ആദിമേം ശബ്ദ ശബ്ദ ഈശ്വർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കാണാതെ പഠിക്കുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ ആ നാളുകളിൽ ദൈവം എനിക്കൊരു ബോധ്യം തന്നു. എന്നറിയോ, എനിക്ക് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ എന്നോട് ചോദിച്ച്, എൻ്റെ ഉള്ളിൽ വന്നൊരു ഒരു തോന്നലെന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ പ്രേരണയാണത്. കർത്താവ് എന്നോട് ചോദിച്ചു, ഇങ്ങനെയാണ്, ഫ്രാൻസിസ് സേവിയർ സ്പെയിനിൽ നിന്നോ പോർച്ചുഗീസിൽ നിന്നോ ആ നാട്ടിൽ നിന്ന്, നമുക്കറിയാൻ വയ്യാത്ത ഭാഷ സംസാരിക്കുന്ന ഒരു നാട്ടിൽ നിന്ന് നിൻ്റെ നാട്ടിൽ ഈ തിരുവനന്തപുരത്ത് ഈ തീരപ്രദേശത്ത് വന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ മാമോദീസ മുക്കിയത് എന്ത് മലയാളം അറിഞ്ഞിട്ടാ? വിശ്വസിക്കുന്നവന് ഭാഷയൊന്നും ഒരു വിഷയമല്ല. ഭാഷ അറിയാമെങ്കിൽ കൊള്ളാം, അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മാത്രമല്ലെന്നറിയോ, ഈ സാത്താൻ ഏത് ഭാഷയും മനസ്സിലാവും. അതെനിക്ക് ഞാൻ നേരിട്ട് കണ്ടാണ്. ആദർശച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് കണ്ടു കഴിഞ്ഞപ്പോൾ അയ്യോ വിശ്വാസം വളരണേ മിഷന് വന്നാൽ മതി എന്നുകൊണ്ട്. കാരണം അച്ഛൻ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ട്രാൻസ്ലേറ്ററുണ്ട്, ഒരുത്തൻ പിശാച് ബാധ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ യേശുവിനെ ഏറ്റു പറയാതെ പിശാച് പോവില്ല. അപ്പോൾ ട്രാൻസ്ലേറ്റർ പറയും, നീ ഹിന്ദി അവനോട് പറയും, നീ യേശുവിനെ ഏറ്റു പറയണം, എന്നാലേ പിശാച് വിട്ടുപോകും. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇംഗ്ലീഷിൽ പറയുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ട്രാൻസ്ലേറ്റർ പറയും. അങ്ങനെ ഞാൻ പറയുകയാണ്, ഞാൻ അവനോട് ഇംഗ്ലീഷിൽ പറയുകയാണ്, യേശു എൻ്റെ ദൈവമാണെന്നും യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു നിർത്തിയതും അവൻ പറഞ്ഞു നോ. അവന് ABCD M വരെ പോലും അറിയില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആദർശിച്ച വീഴാൻ പോവാണ്. കാരണം ദൈവമേ, സാത്താൻ എല്ലാ ഭാഷ അറിയാല്ലേ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ട്രാൻസ്ലേറ്റർ വായും വിളിച്ചിരിക്കുകയാണ്. കാരണം അവന് പറയേണ്ടി വരുന്നില്ല, മറ്റവൻ പറയാണ് നോ എന്ന് പറഞ്ഞാൽ ഒരു പൊട്ട ഗ്രാമത്തിലെ എട്ടും പൊട്ടും തിരിയാത്ത, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുത്തൻ. അപ്പോൾ ഭാഷകൾ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ഭാഷ ഒരു പരിമിതിയാവില്ല. മാത്രമല്ല, ഏത് ഭാഷയെയും മറികടക്കുന്നൊരു ഭാഷയുണ്ട് യേശുവിൻ്റെ സുവിശേഷം അറിഞ്ഞവരുടെ ഉള്ളിൽ. എന്ത് ഭാഷയത്? സ്നേഹത്തിൻ്റെ ഭാഷ. അതിന് ഈ അതിർവരമ്പുകളില്ലാത്തൊരു ഭാഷയാണത്. ട്രാൻസ്ലേഷൻ ആവശ്യമില്ലാത്തൊരു ഭാഷയാണത്. പുതിയ ഭാഷകൾ സംസാരിക്കും. അടുത്തത് വായിച്ചോ. അവർ സർപ്പങ്ങളെ വാവാ സുരേഷായിട്ട് മാറും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. ആണോ? അല്ല, എന്നല്ല അതിൻ്റെ അർത്ഥം. പാമ്പിനെ കയ്യിലെടുക്കുമെന്നാണോ? നാളെ മുതൽ ചെന്നിട്ട് വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ പൊത്തിനകത്തിരിക്കുന്ന പാമ്പിനെ വലിച്ചെടുക്കരുത്, കറക്റ്റ് നെറ്റിക്ക് തന്നെ കൊത്തും. ഈ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് ഇതൊക്കെ. അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ച പാസ്റ്റർമാർ പാമ്പിനെയൊക്കെ എടുത്തുകൊണ്ട്, നിങ്ങൾക്ക് ടെലിഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. അതായത് പാസ്റ്റേഴ്സ് ടേക്കിംഗ് സ്നേക്ക് അങ്ങനെ വല്ലതും സെർച്ച് ചെയ്താൽ മതി. ഇതറിയോ, പാമ്പിനെ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, പാമ്പ് കറക്റ്റ് നെറ്റിക്ക് തന്നെ ഒറ്റ കുത്തു കൊടുത്തു. പാസ്റ്റർ അതോടുകൂടി ചരിത്രമായി മാറി. അങ്ങനെയുള്ള അബദ്ധമൊന്നും കാണിക്കരുത്. പാമ്പിനെ എടുത്താൽ പാമ്പ് കുത്തും.
അത് നിങ്ങൾ സർപ്പങ്ങളെ കയ്യിലെടുക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പറ? അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന സാധനമാണ്. സർപ്പങ്ങളെ കയ്യിലെടുക്കും. വിശ്വാസമുള്ളവൻ, പരിശുദ്ധാത്മാവുള്ളവൻ, അഭിഷേകമുള്ളവൻ ഡിഫിക്കൽട്ടായ പേഴ്സണാലിറ്റികളെ ഹാൻഡിൽ ചെയ്യും. ബുദ്ധിമുട്ടുള്ള വ്യക്തികളെ ഹാൻഡിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ പറയും, ഇയാളെ ഞങ്ങളുടെ കൂടെ പറ്റത്തില്ല, ഇയാൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അഭിഷേകമുള്ള ഒരാൾ ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ, ആ കമ്മ്യൂണിറ്റിയിലുണ്ടെങ്കിൽ, ആ സൊസൈറ്റിയിലുണ്ടെങ്കിൽ അയാൾ ഹാൻഡിൽ ചെയ്യും ഇയാളെ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സർപ്പങ്ങളെ എന്ന് പറഞ്ഞാൽ കൊത്താൻ നിൽക്കുന്നവനെ കയ്യിലെടുക്കും. അപ്പോൾ പാമ്പ് പറയും, ഓ കൊത്തുന്നില്ല എന്ന് പറയും. അതാണ് ഡിഫിക്കൽട്ടായ ആളുകളെ ഹാൻഡിൽ ചെയ്യുമെന്നാണ് അതിൻ്റെ അർത്ഥം. സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരകമായ എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആളുകളുടെ ഉള്ളിൽ ഭയങ്കര ഒരു സങ്കടം ഉണ്ട്. എന്താണ്? അവിടുന്ന് ചായ കുടിക്കാവോ, ഇവിടുന്ന് ചായ കുടിക്കാവോ, അവിടുന്ന് വെള്ളം കുടിക്കാവോ, ഇവിടുന്ന് വെള്ളം കുടിക്കാവോ. അപ്പോൾ കഴിവതും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ കുടിക്കുകയും കഴിക്കാതിരിക്കുകയൊക്കെ നല്ലതാണ്, ഒരു വിവേകം. പക്ഷേ എപ്പോഴുമൊക്കെ അങ്ങനെ നോക്കാൻ പറ്റുമോ? എനിക്ക് പലപ്പോഴും ഒരു വേവലാതിയുള്ളത്, തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന എല്ലാ അരിയും പൂജിച്ചിട്ടാണ് വരുന്നത്. അപ്പം എന്തു ചെയ്യും? ചോറുണ്ടണമെങ്കിൽ അത് അവർ പൂജിച്ചിട്ടാണ് വിടുന്നത്. മനസ്സിലായോ? അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വെള്ളം കുടിക്കും, അവിടുന്ന് വെള്ളം, ആ വീട്ടിൽ നിന്ന്, അവരുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുക, അവരുടെ വീട്ടിൽ നിന്ന്. ഞാൻ പറയുന്നത്, ഇതിനെ നമ്മളെങ്ങനെ മനസ്സിലാക്കണം? നമുക്കൊരു വിവേകം എന്താണ്? നമുക്ക് വിഗ്രഹാർപ്പിത ഭക്ഷണമാണ്, അല്ലെങ്കിൽ അത് തിന്മ നിറഞ്ഞതാണെന്ന് തോന്നിയാൽ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ എപ്പോഴും അങ്ങനെ ഭക്ഷണമെന്നുണ്ടോ? ചിലപ്പോൾ നമ്മൾ അറിയില്ല. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും. എന്താണ്? അവരെന്ത് കുടിച്ചാലും, മാരകമായ എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കില്ല. മനസ്സിലാകുന്നുണ്ടോ? വിവേകം നമ്മൾ സൂക്ഷിക്കുന്നിടത്ത് സൂക്ഷിക്കണം. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടാവണം. എന്താണ്? അതായത് നമുക്കിപ്പോൾ അങ്ങനെ നോക്കി ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ വെള്ളം ശ്വാസം ദാഹിച്ച് ചാവാൻ പോവാണ്. അന്നേരം ഇനി അവിടെ ആ വീട്ടിൽ നിന്നുള്ള വെള്ളമാണ്, ഈ വീട്ടിൽ നിന്നുള്ള വെള്ളമാണ്, അവർ മന്ത്രവാദക്കാരാണ്, അവർ അത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിൽ കുരിശ് വരച്ചിട്ട് കുടിക്കാന്നുള്ളതേ ഉള്ളൂ. മാരകമായ എന്ത് കുടിച്ചാലും, പ്രത്യേകിച്ച് നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് എവിടുന്ന് എന്തും കഴിക്കേണ്ടി വരും. അപ്പം ആ സമയത്ത് നമുക്ക് അതൊന്നും നോക്കാൻ പറ്റില്ല. ഇത് ആരോടായി പറയുന്നത്? ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണമെന്ന് പറഞ്ഞിട്ട് സുവിശേഷം പറയാൻ പോകുന്നവരോടായി പറയുന്നത്. നിങ്ങൾ എന്ത് കുടിച്ചാലും അത് നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. അടുത്തത്, അവർ രോഗികളുടെ മേൽ കരങ്ങൾ വെക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. 19 കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഭൂഷ്ടനായി അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് നാളുകൾ നീണ്ട ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ പഠിച്ച് പൂർത്തിയാക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.